നിന്നെ കണ്ട എങ്ങനെ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ തോന്നുന്നത് എന്നുള്ളൊരു ഒരു ഡയലോഗ് ഞാൻ റിപ്പീറ്റഡ്ലി കേട്ടിട്ടുണ്ട്. യാ പറഞ്ഞോളൂ. Yeah, hi. അടുത്ത യെസ് ഷെഫിൻ ഷാ. പറയൂ ഷെഫിൻ. Yeah. ഞാനിപ്പോ ഈ സംസാരിക്കുന്ന ടോപ്പിക്കൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. ആ ഞാൻ മറ്റേ കോയ കോളിങ്ങിലോട്ട് ഞാൻ കുറച്ച് അറ്റംപ്റ്റ് ചെയ്തിരുന്നു. ഓ ഓ ഓ ഓ കോയ കോളിംഗ് ലൈവിലേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കുന്ന ഓക്കെ ആണോ? ആ പറയൂ. ഓക്കെ, ഞാൻ ഒരു ഓഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റീസെന്റ് ഞാൻ മറ്റേ ഹസ്നയിൽ പഠിച്ച ഒരു ഹാഫുള്ള ഒരു ചെക്കൻ്റെ വോയിസ് കേട്ടത്. ആ സിമിലർ എക്സ്പീരിയൻസസ്. ആക്ച്വലി ഞാൻ ഉണ്ടായിരുന്നത് ഹസനിയുടെ തൊട്ടടുത്തൊരു കോളേജിലായിരുന്നു, കായംകുളത്ത് തന്നെയാണ്. ആഹാ നിങ്ങളപ്പോൾ എക്സ് മുസ്ലിമാ? I'm not gonna say that. ഓ You will understand. I will understand that. Okay. ശരി. അപ്പോ കായംകുളത്ത് എന്ന് പറയാൻ, ബിക്കോസ് കായംകുളത്ത് വന്നിട്ട് ആ ഒരു സറൗണ്ടിങ്സ് തന്നെ ഓൾമോസ്റ്റ് ഒരു 5-6 ദർസൽ ഉണ്ടായിരുന്നു, പ്രോപ്പർ കോളേജ് ആയിട്ടും. ആൻഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എമംഗ് ദ സ്ട്രിക്റ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു ഈ ഹസനിയ. ആൻഡ് അവിടെ നിന്ന് ഒരു പയ്യൻ ഇതേപോലെ അവിടെ സഹിക്കാൻ വയ്യാങ്ങിട്ട് ചാടി ഇപ്പുറം വന്നിരുന്നു നമ്മുടെ കോളേജിലോട്ട്. അപ്പോഴേക്കും അവിടെ നിന്ന് നമുക്കുണ്ടായിരുന്ന, എനിക്ക് തോന്നിയൊരു ഫീലിങ്സ് മറ്റേ കുമ്പളങ്ങി നൈറ്റ്സിൽ അവൻ പറയില്ലേ കറക്റ്റ് സ്ഥലത്താണ് എത്തിപ്പെട്ടേക്കുന്നേ, ആ ഒരു ഫീലിങ്സ് ആയിരുന്നു. ആൻഡ് തിങ്സ് ആർ സിമിലർ ഓർ ദ വേഴ്സ് എന്ന് പറയാം നമ്മൾ അവിടെ. ഞാനൊക്കെ അവിടെ ചെന്ന് കയറുന്നത് എന്റെ 9 വയസ്സിന് മുമ്പ്. ഞാൻ അവിടെ ചെന്ന് 2 മാസം കഴിഞ്ഞിട്ടായിരുന്നു എന്റെ 9th ബർത്ത്ഡേ. സോ തീരെ പ്രത്യേകിച്ചൊന്നും അറിയില്ല. ഞാനവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് ഏറ്റവും കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ. ആൻഡ് എന്തുവാ എല്ലാ രീതിയിലുള്ള അബ്യൂസ് ഉണ്ടായിരുന്നു. ഈവൻ ഈ മദ്രസ പീഡനം, ഈ നമ്മൾ ഈ ചർച്ച ചെയ്യാവുന്ന ഒരു സമയമില്ലേ, ഈ ക്ലബ് ഹൗസിലൊക്കെ ചർച്ച ചെയ്യാവുന്ന ഒരു സമയം. യു മീൻ വെളിച്ചെണ്ണ? ഓഫ് കോഴ്സ്. ആൻഡ് ആ ഒരു സമയത്ത് ഈ BHS എന്ന് പറയുന്ന ഗ്രൂപ്പ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആയിരുന്നു. എന്താണ് BHS? BHS. ഓക്കെ എന്താണ് കേട്ടുണ്ടോ? റൈറ്റ് നൗ ബിയോണ്ട് ഹ്യൂമൻ സൊസൈറ്റി എന്നാണ് എന്റെ പേര്. തുടങ്ങിയ സമയത്ത് വേറൊരു പേരായിരുന്നു, ഐ റിമെമ്പർ റൈറ്റ് നൗ. സോ കുറച്ച് ആ ഗ്രൂപ്പിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ച്. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ പബ്ലിക്കിൽ സംസാരിച്ച് ഇങ്ങനെ കേട്ടു തുടങ്ങുന്നത്. അത് ആ റൈറ്റിംഗ് വന്നിട്ട് കുറച്ചധികം എക്സ്ട്രീമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ മേ ബി കമന്റ്സിൽ BHS ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. മേ ബി there are few people. Okay. They were abusing you? Definitely. Okay. Beyond human? No. Not the group. Not in the group. Like, okay. The ദർസിലെ ആൾക്കാരെ കുറിച്ച് ഞാൻ അബ്യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ. And the group was super supportive. അവിടെ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ കാര്യം പറയുന്നത് ഓപ്പൺ ആയിട്ട് പബ്ലിക്കലി. ആൻഡ് അതൊരു കൊറോണ ടൈം ആയിരുന്നു, കൊറോണ ലോക്ക്ഡൌൺ ടൈമിലായിരുന്നു. ഞാൻ ഒരു ഈവനിങ് ടൈമിലായിരുന്നു ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ആ നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല, ബിക്കോസ് പീപ്പിൾ ആർ റീച്ചിങ് ഔട്ട് ടു മീ സെയിങ് their experience. I am sharing the more details. And like ആ നൈറ്റ് ഫുൾ ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും അത് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അത്. ആൻഡ് അവിടെ നിന്നായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആയത്. And like that was awesome. സോ അവിടത്തെ കാര്യം പറയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുവാ, ഹിഫ്ള് പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കുന്നത് ബേസിക്കലി. എന്നിട്ട് അവിടെ നിന്ന് എന്തുവാ എക്സ്പീരിയൻസ് വാസ് പ്രിറ്റി ബാഡ്. ഈവൻ നമ്മൾ സീനിയേഴ്സ് ഉണ്ടായിരുന്ന ആൾക്കാര് ഈ സെക്ഷൽ അബ്യൂസ് വന്നിട്ട് ഉസ്താക്കന്മാർ എന്ന് പറയുന്ന ആൾക്കാരിൽ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ പിന്നെ അതിനുശേഷം എന്ത് പറയാനായിട്ട്, ഇത് ആരുടെ നമുക്ക് ഇങ്ങനെ അവിടെ പറയാൻ പറ്റാത്തൊരവസ്ഥ. അതായത് നമ്മൾ ഈവൻ അതിനകത്ത് ഇതിലെ ആൾക്കാർ അറിയും. ദെൻ അത് വന്നിട്ട് ഒരു എന്താ പറയാ, അത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ അറിയുന്ന ആൾക്കാർ കാണുന്നത്. സോ ആക്ച്വലി നോബഡി ഈസ് ദേർ ടു ഹെൽപ്പ് us. സോ അങ്ങനത്തെ ഒരു ഭയങ്കര മോശം അവസ്ഥയായിരുന്നു. ദെൻ
പിന്നെ ഈ ഉസ്താക്കന്മാരുടെ പൊരുത്ത മാന ചേന എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. ഉസ്താദ് തൊട്ട ഭാഗം സ്വർഗത്തിൽ പോവും. അയ്യോ, അതൊക്കെ ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് എനിക്ക് ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ ഇതിന്ന് ഭയങ്കര വിട്ടു നിന്ന ഒരാളാണ്. അതായത് എനിക്ക് ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ലോജിക്കലി ഒന്നും അങ്ങോട്ട് മാച്ച് ചെയ്യുന്നില്ല. ഇവര് പറയുന്ന കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ഒട്ടും മാച്ച് ചെയ്യുന്നില്ല. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയും. ഞാൻ അന്ന് ലോജിക്കലി ചിന്തിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ബുറാക്കിന്റെ കാര്യം പറയില്ലേ, മറ്റേ അള്ളാനെ കാണാൻ പോയൊരു സംഭവം. അതായത് ആ കോൺസെപ്റ്റ് വന്നിട്ട് എന്തോ ചിറകുള്ള എന്തോ വെളുത്ത കുതിരയെന്നോ കഴുതയെന്നൊക്കെ പറയില്ലേ. ആ സമയത്ത് ആ കൂടെ ഉണ്ടായിരുന്ന വാഹനം എന്ന് പറയാനായിട്ട് ഈ കഴുത, കുതിര, ഒട്ടകം അതൊക്കെയായിരുന്നു. അപ്പൊ ഈ ആകാശത്ത് പോകാനായിട്ട് പറക്കുകയും കൂടെ വേണം, 2 ചിറക് വെച്ച് എടുത്തു. ആൻഡ് ഇപ്പോഴത്തെ കാലത്തായിരുന്നു അങ്ങനെ ഒരു യാത്രയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അങ്ങനെ ഒരു വാഹനം? ഏതായാലും F-35 ആയിരിക്കില്ല, എലോൺ മസ്കിന്റെ ഒരു SpaceX ആയിരിക്കും മിക്കവാറും. അതെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് ഇതേപോലെ ലോജിക്കായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എന്തുമാത്രം ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-12 വയസ്സുള്ള ഒരു കൊച്ചിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അതായത് എന്തുവാ, നിസ്കരിക്കുന്ന സമയത്ത് എന്റെ ശ്രദ്ധ മാറിപ്പോയി എന്നും വിചാരിച്ചിട്ട് ആ നിസ്കാരം ബാത്തിലായി എന്ന് കരുതി ഞാൻ വീണ്ടും ആ നിസ്കാരം നിസ്കരിക്കുമായിരുന്നു. മേബി വസ്വാസ് ആയിരിക്കാം, പക്ഷേ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയും ഇതായിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്നു. ഞാൻ നല്ലപോലെ കരഞ്ഞൊക്കെ ഞാൻ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ ഇതിൽ നിന്ന് കരകയറ്റി എടുക്കണേ എന്നുള്ളത്. ആൻഡ് നത്തിങ് ഈസ് ഹാപ്പനിങ്. ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 വയസ്സുള്ള ഒരു പയ്യൻ, അതായത് ഇത്രയും ഇങ്ങനെയും വിശ്വസിക്കുന്ന ഒരു പയ്യൻ പള്ളിയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് ഹി ഈസ് ബീങ് മോളസ്റ്റഡ് ഇൻ ദ സെയിം മോസ്ക്. സോ അതൊക്കെ ഭയങ്കര എനിക്കൊരു ഒട്ടും ലോജിക്കലി എനിക്ക് തന്നെ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു. സോ അതിങ്ങനെ കുറെ നാള് ഇങ്ങനെ പോയി, കുറെയൊക്കെ ഞാൻ ഒപ്പോസ് ചെയ്തു. എനിക്ക് പക്ഷേ വീട്ടിൽ പറയാനായിട്ട് നോക്കുന്നത് പറ്റില്ല. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നിനക്ക് പഠിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, അവിടെ നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ്, അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് അവരതിങ്ങനെ ടാക്കിൾ ചെയ്തോണ്ടിരിക്കും. ആൻഡ് ഐ ഡോണ്ട് നോ, ലൈക്ക് ഇതൊക്കെ എന്നെ കൊണ്ടുപോയ എന്റെ റിലേറ്റീവ് എന്നെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ആള് വലിയ ഡിഗ്രി ഒക്കെ ഉള്ള ആളാണ്, ഇപ്പൊ ഒരു ദർസ് നടത്തുന്നുണ്ട്. ആൻഡ് ഹീസ് ദ കുടുംബത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരാൾ ഇപ്പൊ അയാളാണ്. ബിക്കോസ് കുടുംബത്തിൽ നിന്ന് തന്നെ ഇതേപോലെ ഒരു 4-5 പിള്ളേരെ കൊണ്ടുപോയിട്ട്, 4-5 അല്ല, മോർ ദാൻ ദാറ്റ്, എല്ലാവരും ഇതേപോലെ വന്ന് സം ഓഫ് ദം വീട്ടിൽ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇഷ്യൂ എന്നുള്ളത്. എന്റെ കാര്യം ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല, മേ ബി ഇത് ഓഡിയോ വരുമ്പോഴത്തേക്ക് അറിയുന്നുണ്ടാവും. സോ അങ്ങനെ അതാണ് കണ്ടീഷൻ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. പിന്നെ എനിക്ക് ഈ ഉസ്താദിന്റെ പൊരുത്ത മാനാജന അങ്ങനത്തെ ഒന്നും വലിയ മാറ്ററേ അല്ലായിരുന്നു ആക്ച്വലി. അതിന്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും യൂഷ്വലി ഇങ്ങനെ ദർസിൽ നിന്നൊക്കെ ഇറങ്ങുന്ന പിള്ളേരെ ഇവന്മാരൊരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഗതി പിടിക്കാൻ പോകുന്നില്ല, അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഞാൻ അവിടെ ആക്ച്വലി പോകുമ്പോൾ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ടൈമിൽ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും പത്രം വായിക്കാനും ഒക്കെ എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു, കാര്യങ്ങള് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. സോ ഒരു 5-6 വർഷം സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാതെ തിരിച്ചിറങ്ങിയിട്ടും എനിക്ക് സ്കൂളിന്റെ ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയിരുന്നു. സോ കുഴപ്പമില്ല, ബാക്ക് ഓൺ ട്രാക്ക് ആണ് എന്നൊക്കെ തോന്നിയ സമയത്ത് ഒരു സനദിന്റെ ദിവസം ഞാൻ അവിടെ തിരിച്ച്, അതായത് ഇതേപോലെ അവിടെ അപ്പോഴും എന്റെ നാട്ടിലുള്ള പയ്യന്മാർ അവിടെ ഉണ്ട്, ദർസിൽ പഠിക്കുന്നവരുണ്ട്. സോ അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഇതേപോലെ സനദിന് പോകും. അപ്പം അവരുടെ കൂടെ ഞാൻ ഒരു ദിവസം പോയിരുന്നു. സോ അപ്പൊ അത് വന്നിട്ട് എന്ത് പറയാനായിട്ട് എന്നെ അത്രയും അബ്യൂസ് ചെയ്ത്, അതായത് ഞാൻ ഒരിക്കലും ഒരു ഗതി പിടിക്കില്ല, അവന്മാരെ മുമ്പിച്ച് നിൽക്കാൻ ധൈര്യപ്പെടില്ല എന്നൊക്കെ വിചാരിച്ചവന്മാരുടെ മുമ്പിൽ ഞാൻ ചെന്ന് നിന്നൊരു മൊമെന്റ് ആയിരുന്നു അത്. ആ ഒരു 3-4 വർഷം കൊണ്ട് അത്യാവശ്യം
തിന്ന് സൈസൊക്കെ വെച്ച് കാണാൻ ഒരു ക്രൂഡ് ഒരു കൊടൂര ലുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉസ്താദ്മാരെ മുന്നിൽ ചെന്ന് നിന്നു. നെഞ്ച് വിരിച്ച് തന്നെ ചെന്ന് നിന്നു. എന്നെ കണ്ട് 2-3 ഞെട്ടി പുറകിലോട്ട്. കാരണം ബിക്കോസ് അവരുടെ സനതാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ അവിടെ ചെന്നൊരു സീൻ ഉണ്ടാക്കി ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു പേടി വന്നിട്ടായിരിക്കണം ഒരു 2-3 സ്റ്റെപ്പ് പുറകിലോട്ട് മാറി നിന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് വാസ് ഓസം. അത് പക്ഷെ അന്നൊന്നും ഇങ്ങനൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ല എന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും വന്നിട്ടില്ല. പക്ഷെ അന്നത്തെ എന്തോ ഒരു ഇതിൽ ഞാനിതൊക്കെ ഞാനങ്ങ് ചെയ്തു. ആൻഡ് ദെൻ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇതേപോലെ അവിടെ നിന്ന് ഇറങ്ങി സനതൊക്കെ ഇറങ്ങി കഴിഞ്ഞു. ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോഴേക്കും എന്നെ ഇതേപോലെ നല്ലപോലെ ഉപദ്രവിച്ച ഒരുത്തൻ ഇതേപോലെ ഒരു പള്ളിയിൽ കയറി അവിടെ നിന്ന് അടിയൊക്കെ കിട്ടി വേറൊരു നാട്ടിൽ ചെന്ന് ഒരു കടയിലോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് നിൽക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഞാൻ വേറൊരു ഇതേപോലെ ദർസിൽ നിന്ന് ഇറങ്ങിയ വേറൊരു നൈറ്റ് വിളിച്ചുകൊണ്ട് അവനായിരുന്നു എക്സാക്ട് ലൊക്കേഷൻ അറിയുന്നുണ്ടായിരുന്നത്. അവിടെ ചെന്നു, മുന്നിൽ കിട്ടി, പൊട്ടിച്ചു, നല്ലോണം പൊട്ടിച്ചു ഉസ്താദിന്. അപ്പൊ ഉസ്താദൊന്നും അല്ല ഇവൻ, ആ ഒരു ഇതൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ പൊട്ടിച്ചു, നല്ലോണം പൊട്ടിച്ചു. ആൻഡ് ഇപ്പൊ ബാക്കിയുള്ളവരത് കേൾക്കുന്നുണ്ടാവും, ഗൈസ് ആർ കമ്മിങ് ആഫ്റ്റർ യു. അല്ല, ഇംഗ്ലീഷിൽ പറയാൻ മനസ്സിലാവുന്നില്ല, ഓർത്ത് വെച്ചോ, ഞാനൊക്കെ നിങ്ങളെ തപ്പിയും വരുന്നുണ്ട്. ഇപ്പൊ പറയാണ് ബാക്കിയുള്ളവരോട്. പബ്ലിക്കായിട്ട് ഭീഷണിപ്പെടുത്താണല്ലേ ഇത്, ഭീഷണിപ്പെടുത്താനുള്ള വേദിയാക്കി ഇത് മാറ്റി എന്നുള്ള പരാതി വരും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, ഇത് ഇവന്മാരൊക്കെ പൊട്ടിച്ചില്ലെങ്കിലാണ്. അല്ല, നിങ്ങള് നിയമപരമായിട്ട് നീക്കിക്കൂടെ? ഇതിൽ പോക്സോ നിങ്ങള് പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ ഉള്ള സമയത്ത് ഉള്ളതിന് അവർക്കെതിരെ കേസ് കൊടുക്കാലോ. ഞാൻ അതും ആലോചിക്കുന്നുണ്ട്, പക്ഷെ അതിലൊരു ത്രില്ലില്ല. ത്രില്ലിന് വേണ്ടിട്ടല്ല, ത്രില്ലല്ല, നിയമം തെറ്റിച്ചാൽ നിങ്ങൾക്ക് നേരെയും ഈ പ്രശ്നം വരും, അതാണ് പ്രശ്നം. അതൊക്കെ നോക്കാം, അതൊക്കെ വരുമ്പോ നോക്കാം. ഞാൻ പറയാ അല്ല അതൊക്കെ അല്ല, ഞാൻ പറയണത് നമ്മളെ ഒരു പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ഇപ്പോഴും ഇത് അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്കും കൂടി അതൊരു വഴിയാവും. നിങ്ങളത് ചെയ്ത് ഈ ഉസ്താദുമാരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം എന്നുള്ള ഒരു കോടതി ഉത്തരവ് വന്നാൽ ഇവിടെ പല ഉസ്താദുമാരുടെയും ഒരു 50% ഉസ്താദുമാരുടെ പണി തെറിക്കും നിലവിൽ, ഏറ്റവും മിനിമം. ഓക്കെ, കാരണം അതിൽ പലരും മൾട്ടിപ്പിൾ ഒഫൻഡേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിയമപരമായിട്ട് പോയിട്ട് പോക്സോ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. കാരണം നിങ്ങളിത് പീഡനം നേരിട്ടത് നിങ്ങളുടെ പ്രായപൂർത്തിയാവുന്നതിന് മുന്നെയാണ്. അപ്പോൾ നിങ്ങളത് ചെയ്താൽ അത് അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. ബിക്കോസ് ഇതിന് വെയിറ്റേജ് ഉണ്ട്, ഗ്രാവിറ്റി കൂടുതലാണ് ഈ വിഷയത്തിന്. ഇങ്ങനെ ഒരാളെ കിട്ടാത്തതുകൊണ്ടും കൂടിയാണ് ഈ വിഷയം ഇതുവരെ നടക്കാത്തത്. അപ്പോൾ നിങ്ങൾ അതിന് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ വയലൻസ് അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതിപ്പോൾ ഈവൻ ഇവിടെ വന്ന് പറയുമ്പോൾ പോലും നമുക്കത് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിയമപരമായിട്ട് നിങ്ങൾ നീക്കൂ, അതിന് വേണ്ട പണി നമുക്ക് ചെയ്തു തരാം, ഹെൽപ്പ് ചെയ്യും. നമ്മൾ അതിന് വേണ്ടി കുറേ പണി എടുത്തിട്ടുള്ള ആളാണ്, നമുക്കറിയാം അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ, നമ്മളെ നമ്പർ അറിയാലോ. ഇനി ഒന്നുകൂടി ഒന്ന് അയക്കൂ. ഇപ്പോൾ നിങ്ങളെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും, അതിനൊരു പ്രൊഫൈൽ പിക്ക് കിട്ടാൽ മതി, അപ്പോൾ ഞാൻ കാണും, അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ നിയമപരമായിട്ട് നീക്കുക, അത് നിങ്ങളൊരു പെറ്റീഷൻ കൊടുക്കുക, പോക്സോ വഴി ചെയ്യാൻ പറ്റുന്ന സംഗതി. നല്ലൊരു വക്കീലിന് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് സംവിധാനം ഉണ്ടാക്കാം. എന്നിട്ട് അതിന് നീങ്ങുക. അത് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇനിയുള്ള കുട്ടികൾക്കും ഇനിയിപ്പോൾ വരാനിരിക്കുന്ന കുട്ടികൾക്കും അത് ഗുണമായിട്ട് മാറും. നമ്മളൊരു 11 നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. അതിലൊന്നുപോലും അധികമൊന്നും നടപ്പിലാക്കില്ല, എക്സെപ്റ്റ് ഈ CCTV ക്യാമറ വെക്കുന്നത് സംബന്ധിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, ആൾ ഈ ക്യാമറ വെക്കുന്ന ഒരാളാണ്, CCTV. അപ്പോൾ മദ്രസയിൽ വെച്ചിട്ടുള്ള എന്തോ അനുഭവം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പക്ഷേ ആളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കഥകളൊക്കെ വരാൻ കിടക്കണം. എന്ന് വെച്ചാൽ അതൊക്കെ ആളുകൾ ആവശ്യപ്പെട്ടു തുടങ്ങി, മാതാപിതാക്കൾ. അപ്പോൾ ഇതൊരു ലാർജ് ഡിസ്കഷനുള്ള സ്കോപ്പാണ് നിങ്ങളിവിടെ. അതിലൂടെ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ്, ആ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഗ്രാറ്റിഫിക്കേഷനേക്കാൾ മുകളിൽ വരില്ല നിങ്ങൾ ഈ പറയുന്ന തല്ലി തീർക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒരു സെൽഫിഷ് ആയിട്ടുള്ള സാധനമായിട്ട് ഞാൻ പറയുള്ളൂ. അതായത് എനിക്ക് ആക്ച്വലി ആ ഒരു ഇൻസിഡന്റ് ആണ് എനിക്ക് ഇത്ര ഇത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് തന്നത്.
ഇനിയിപ്പം പബ്ലിക്കിന്റെ ഇടയിൽ കയറി ഞാൻ ആക്ച്വലി എഴുതിയ റൈറ്റപ്പ് ഇതിനേക്കാളും കുറച്ചുകൂടെ എക്സ്ട്രീം ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കിപ്പോ ഈ ലൈവിലായതുകൊണ്ടും ഞാനത് പറയുന്നത് കൊണ്ടുമാണ് കുറച്ച് എനിക്ക് ഇങ്ങനെ ലിമിറ്റേഷൻ. എന്റെ അക്കൗണ്ടിൽ കാണണം. എന്റെ വേറെ ഫേക്ക് ഐ ഡി എന്നായിരുന്നു. അതൊന്നും നമുക്ക് വായിക്കാൻ പറ്റും, ഇവിടെ വേണമെങ്കിൽ വായിക്കാലോ. ഇപ്പൊ വേണ്ട, ഇത് കുറച്ച് റിയൽ ഐ ഡി. വേണ്ട, അതിന്റെ ടെക്സ്റ്റ് ഞാൻ മൊബൈൽ എടുത്തിട്ട് വേണമെങ്കിൽ വായിക്കാം, വാട്സാപ്പിൽ അയച്ചു തരാണെങ്കിൽ. അതെനിക്ക് കണ്ടുപിടിക്കണം, എന്റെ പഴയ പിന്നീട് അയച്ചു തന്നോ. ഞാൻ അയച്ചിരിക്കാം. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ നിയമപരമായിട്ടുള്ള സംഗതി നീക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് സഹായം നമ്മൾ ചെയ്തുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യൂ, ബാക്കി പണി നമുക്ക് നോക്കാം. ഇതാണ് പണി കൊടുക്കേണ്ടത്. ഉസ്താദുമാരെ പൂട്ടേണ്ടത് അങ്ങനെയാണ്, കുട്ടികളെ രക്ഷിക്കേണ്ടത് അങ്ങനെയാണ്. മദ്രസ വെളിച്ചെണ്ണ പരിപാടിക്ക് ഇപ്പൊ ഞാൻ എനിക്കറിയുന്ന എല്ലാവരോടും, അതായത് റിലേറ്റീവ്സിലുള്ള എന്റെ ഫാമിലിയിലായാലും എല്ലാവരും ഞാൻ നല്ലപോലെ പറയുന്നുണ്ട് കുട്ടികളെ വിടരുത്. ഈവൻ മദ്രസയിലാണെന്നുണ്ടെങ്കിൽ ഈവൻ ലൈക് നോർമൽ മദ്രസ, നമ്മൾ ഈ ഈവനിങ് മോർണിംഗ് ഉള്ള മദ്രസ, അതിൽ പോകുന്ന കുട്ടികളടുത്ത് പോലും ഞാൻ പറയുന്നുണ്ട് അവരുടെ അടുത്ത് ഡെയിലി കാര്യങ്ങൾ തിരക്കണം, അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ. ഈവൻ 10 വയസ്സായ 8 വയസ്സായ കുട്ടികളടുത്ത് പോലും കാര്യങ്ങൾ തിരക്കണം, എങ്ങനെയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ ഞാനും റെഗുലറി പറ്റുന്ന കുട്ടികളോട് ഞാനും ചെക്ക് ചെയ്യാറുണ്ട്. ആൻഡ് അല്ലാത്തവരോട് പാരന്റ്സിനോടും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. സോ ഇങ്ങനത്തെ അല്ലാതെ ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നും ഇങ്ങനെ ഇതിനോട് ഇങ്ങനെ എതിർത്ത് തുടങ്ങിയ ആളൊന്നും അല്ല. പക്ഷേ പേഴ്സണൽ എക്സ്പീരിയൻസസ് മനസ്സിലായി. അങ്ങനെ പിന്നെ ലോജിക്കുമായിട്ടൊന്നും മാച്ച് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഇത് വന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഈ ആൾക്കാരോട്, അതായത് അവരാണ് മതത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് ഇങ്ങനെ ഐഡന്റിറ്റി പേറുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്താണ് എനിക്ക് ആദ്യമേ ഒരു നെഗറ്റീവ് തോന്നി തുടങ്ങിയത്. അവരിൽ നിന്നാണല്ലോ നമ്മൾ ഈ സാധനങ്ങൾ കേൾക്കുന്നതും അവര് മുഖാന്തരമാണല്ലോ നമ്മളുടെ സാധനം എത്തുന്നതും. അല്ല, നിങ്ങളുടെ കൺസേൺ നമുക്ക് മനസ്സിലായി. ആ ഒരു നിങ്ങൾ പറയുന്ന സംഗതിയുടെ ആ ഒരു ഗൗരവം നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് നീക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പണി നമുക്ക് ചെയ്യാം. പോക്സോ കേസിൽ പരാതി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക രീതിയുണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, മറ്റു പരാതികൾ കൊടുക്കുന്ന പോലെയല്ല. ഓക്കെ, ഇപ്പൊ എത്ര ഏജ് ആണ് നിങ്ങൾക്ക്? ഓ, അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് കൊടുക്കാം. ഓക്കെ, പിന്നെ അറിയാലോ ഓഫ് കോഴ്സ് നമ്മൾ ഈ പാരന്റ്സ് കൂടെ നിൽക്കുന്നവര് വീട്ടുകാരുടെ അവരുടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. സോ അവരൊക്കെ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരിതുണ്ട്. ഇത് പറഞ്ഞാൽ അവര് നിങ്ങളെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കണം. ഓക്കെ, ഒരു സ്വന്തം കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് അഡ്രസ്സ് ചെയ്യാൻ അവരെ മാതാപിതാക്കൾ വാപ്പയമ്മയും വരുന്നില്ല. ആ പയ്യൻ, ആ കുട്ടി അതിൻ്റെ ട്രോമ ഇപ്പോഴും പേറിക്കൊണ്ട് നടക്കുന്നു. അത് ഉള്ളിലൊതുക്കി ഉസ്താദന്മാരെ തല്ലാനും കൊല്ലാനും നടക്കുന്നിടത്തുനിന്ന് നമ്മളത് ഒരു കോടതിയിൽ കേസാക്കിയിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത വാപ്പയമ്മയാണെന്നുണ്ടെങ്കിൽ അവരോട് പോകാൻ പറയാം. ഇല്ല, ആക്ച്വലി എനിക്ക് നേരിട്ട് അറിയുന്ന ആൾക്കുണ്ട്. ഇതിന്റെ റിലേറ്റീവ്സ് അല്ല, ആക്ച്വലി എന്റെ ദറസിൽ പഠിക്കുന്ന പിള്ളേര് വീട്ടിൽ പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളോ ഇത് ചെയ്യുന്നതിന്റെ പേരിൽ നിങ്ങൾ ഒറ്റപ്പെടുത്താൻ വന്നാൽ ഓക്കെ, അവരെ വേണ്ടാന്ന് വെക്കുക, അത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ഹെൽത്തും പ്രയോറിറ്റി ആയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, ഇപ്പൊ ആക്ച്വലി ഞാൻ കുറെയൊക്കെ ഞാൻ വെളിയിൽ വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദീസ് 2 തിങ്സ്. ഒന്ന്, എനിക്ക് അതിൽ എഴുതിയപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ആ ഒരു റെസ്പോൺസ്, ദ സപ്പോർട്ട്, ആൻഡ് എന്റെ പേഴ്സണൽ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമില്ലേ, ഇത് രണ്ടെന്നും എനിക്ക് കിട്ടിയ ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു സാധനമുണ്ട്. അതായത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ഞാനിങ്ങനെ ആയിപ്പോയി, അല്ലാതെ എന്നെ ഇങ്ങനെ എന്ത് പറയാനായിട്ട് ഒരു ചവച്ച് തുപ്പി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഞാൻ അവിടെ ഇറങ്ങി വരുമ്പോഴേക്കും. തന്നെ ഒരാളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റുന്നില്ല, ഒരു എവറിത്തിങ് വാസ് ബാഡ് അറൗണ്ട് മീ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കിങ്ങനെ ഒരു സംസാരിക്കാൻ പോയിരുന്നോ? ഇല്ല, കാരണം അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് എന്നെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. സോ അവിടെ നിന്ന് ഇതൊക്കെ ഞാൻ എങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബാക്ക് ഓൺ ട്രാക്ക് വന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ പോകുന്നത്. സോ അതുകൊണ്ട് തിങ്സ് ആർ ഗുഡ് റൈറ്റ് നൗ. ധൈര്യമായിട്ടിരിക്കൂ, നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഈ പ്രൊഫൈൽ പിക്ക് ഇട്ടിട്ട് ഒരു മെസ്സേജ് തരാം, അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് പല പേരൊന്നും കാണൂലല്ലോ. ഓക്കെ, അതുകൊണ്ടാണ്. നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ തല്ലാനും കൊല്ലാനും അല്ല പോകേണ്ടത്. വി ഹാവ് ടു മൂവ് ബൈ ലോ. ഓക്കെ, ലെറ്റ്സ് സീ. പോക്കിരി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, പിന്നെ എനിക്കൊരു കാര്യം പറയണെങ്കിൽ ഷെഫിൻ ഷായോട് നമ്മൾ ശരിയാണ്, ഈ ഷെഫിൻ ഷാ ഇത് പുറത്ത് പറയാനുള്ള ഒരു ആർജവം കാണിച്ചത്. ഇങ്ങനെ കാണിക്കാത്ത ആയിരക്കണക്കിന് കുട്ടികൾ ലോകത്തെമ്പാടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. പാകിസ്ഥാനിലും മറ്റു രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് വിദേശത്തുള്ള ഇതുപോലത്തെ കമ്മ്യൂണിറ്റികളിൽ പോലും, ഇപ്പോൾ ഇംഗ്ലണ്ടിലും യൂറോപ്പിലൊക്കെ ഉള്ള ഈ ഗെറ്റോകളിലുള്ള മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഈ ചർച്ച നടക്കുന്നില്ല എന്നാണ്. നമ്മളിവിടെ മലയാളികൾ കുറച്ച് പേര് ചർച്ച ചെയ്യുന്ന ആണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഷെഫിൻ ഷാ പ്രതീക്ഷ കൈവിടണ്ട. കാരണം നിങ്ങളിത് പറയാനുള്ള ധൈര്യം കാണിച്ചു. ഈ ധൈര്യം പോലും ഇല്ലാതെ ആത്മഹത്യ ചെയ്ത കുട്ടികൾ വരെയുണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കിപ്പോയി. ഞാൻ അറിയുന്ന ഒരാൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലാണ് ഇത് എന്നോട് പറഞ്ഞത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവർക്കെന്ന്. ഇതുവരെ എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു, അവർക്ക് ഇങ്ങനെ സംഭവിച്ചത്. എനിക്ക് സംഭവിച്ചത് എനിക്കറിയാം, പക്ഷെ അവർക്ക് സംഭവിച്ചത് എനിക്കറിയാം. ഒരുപാട് കാര്യം പരിചയമുള്ളവരാണ്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ ഇത് ഒരാളോടും പറയാതെ ജീവിതം മുഴുവിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഷെഫിൻ ഷാ ഷെഫിൻ ഷായുടെ മെത്തേഡ് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഷെഫിൻ ഷാ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത് വലിയ പ്രശ്നമായി കഴിഞ്ഞാൽ, നിയമപ്രശ്നമായി കഴിഞ്ഞാൽ ഷെഫിൻ ഷായുടെ ജീവിതം അവതാളത്തിലാവില്ലേ. നമ്മൾ ഇതിനെതിരെ പോരാടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതം. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം മാറ്റിവെച്ച രീതിയിലാവും. ആ ഒരു പ്രശ്നത്തിൽ മാത്രമേ വിയോജിപ്പുള്ളൂ. മറ്റേത് ഷെഫിൻ ഷാ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്ന് പറയാന്നുള്ളത് ഇത് ലോകത്ത് ഒരുപാട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഷെഫിൻ ഷാക്ക് അത് പറ്റിയെന്നുള്ളത് തന്നെ ആ ഒരു ട്രോമയുടെ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറി താങ്കൾ അതിന് അഭിമുഖീകരിക്കാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഡെസ്പാവേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നമ്മൾ ഇങ്ങനെ ഒരു ട്രോമ ഉണ്ടെങ്കിലും നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ജീവിതം, ബാക്കി ജീവിതം കൂടി പ്രശ്നത്തിലാക്കണോ എന്നുള്ള ഒരു ചിന്ത വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും താങ്കൾ ഈ പറഞ്ഞത് വളരെ ഗുണകരമായി. കാരണം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവല്ലോ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ദർസുകൾ പ്രധാനമായിട്ട് നിന്ന് പഠിക്കുന്ന സ്ഥാപനങ്ങൾ, അത് ലോകത്തെ ഏറ്റവും വലിയ എന്താ പറയുക പീഡന കേന്ദ്രങ്ങൾ, യത്തീംഖാനകൾ, നിന്ന് പഠിക്കുന്ന സ്ഥാപനങ്ങൾ അവിടെ. കാരണം അവിടെ വരുന്ന ഈ സോക്കോൾഡ് ഉസ്താദന്മാർക്കും അവർക്കൊരു അവസരമായിട്ടാണ് അവർ കരുതുന്നത്. അവർ മുമ്പ് ചിലപ്പം മാന്യന്മാരാണെങ്കിലും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ എത്തിപ്പെടുമ്പോൾ അവിടുത്തെ പിന്നെ പല സീനിയർ വിദ്യാർത്ഥികളടക്കം, ഇത് ഉസ്താദന്മാരെ മാത്രം കാര്യമല്ലോ, അവിടെ ഇരുന്ന് പഠിച്ച് കൊണ്ടിരിക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾ അവർ പീഡിപ്പിക്കപ്പെട്ടവർ അവരുടെ ജൂനിയേഴ്സിനെ പീഡിപ്പിക്കുന്ന ചരിത്രം വരെയാണ്. എന്തായാലും താങ്ക് യു ഷെഫിൻ. അസ്കർ അലി പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കിപ്പോൾ മനസ്സിലൂടെ ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ തന്നെയാണ് അസ്കർ അലി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രതീക്ഷ കൈവിടണ്ട, നമ്മളൊക്കെ ഉണ്ട് കൂടെ. ഓക്കെ, പറഞ്ഞത് കേട്ടോണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ കേട്ടല്ലേ നമുക്ക് പറ്റൂ. അറിയാം, അത് വലിയ പാടാണ്. കാരണം എനിക്ക് ഇതിനകത്തുള്ളൊരു സ്പെഷ്യൽ ഒരു അറ്റൻഷൻ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറാൻ കാരണം, കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ സുനാമി നമ്മുടെ നാട്ടിൽ അടിക്കുന്നത് വരേക്കും ഇതേതോ നാട്ടിൽ നടക്കുന്ന പ്രശ്നമായിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലേ? വെള്ളപ്പൊക്കമൊക്കെ ഏതോ നാട്ടിൽ നടക്കുന്നു, ആസാമിൽ നടക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ മറ്റേ ഹെയ്ത്തിയിൽ നടക്കുന്നു. അങ്ങനെ ഇത് നമുക്കൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ നടന്നിരുന്നൊരു സാധനം നമ്മളുടെ വീട്ടുമുറ്റത്ത് എത്തിയപ്പോഴല്ലേ നമുക്കതിന് ബുദ്ധിമുട്ട് മനസ്സിലായത്. ഈ ഉസ്താദുമാരുടെ പീഡനത്തെ കുറിച്ച് പറയുമ്പോൾ അത് എൻ്റെ പെങ്ങളുടെ കുട്ടി പഠിച്ചിരുന്ന മദ്രസയിലെ ഉസ്താദിനെ പൊക്കി. അപ്പം എൻ്റെ ടെൻഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പെങ്ങളുടെ കുട്ടീനെ ഈ ഉസ്താദ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലൂടെ പോയത്. ആക്ഷൻ എന്താ, ഉസ്താദിനെ പൊക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇത് ഒരു കുട്ടിയുടെ പരാതിയിലല്ല ഇത് പോകുന്നത്. എത്ര കുട്ടികൾ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അറിയുന്നില്ലല്ലോ. ഞാനിപ്പോ ചെയ്തതുപോലെ, അതായത് എന്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇപ്പോഴൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞേ, ഇത് വളരെ ലിമിറ്റഡ് ആണ്. നമ്മളിതിൽ പറയുന്നത് എന്താണ്, ഏതൊരു തൊഴിലിലും ഒരാളെ നിയമിക്കുമ്പോൾ ഇത്തരം ചൈൽഡ് അബ്യൂസ് നടത്തുന്ന ആളുകളെ അതിന് വിലക്കണം, അവരെ തുറങ്കിലടയ്ക്കണം. പോക്സോ നിയമം അതിനല്ലേ. അതിവിടെ അപ്ലൈ ചെയ്യേണ്ട ആളുകൾ ഉറക്കം നടിച്ച് കിടക്കുമ്പോൾ
അവരെ ഉണർത്തിയേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് പല കാര്യങ്ങളും നേടി വന്നിട്ട്. ഇത് മാത്രമല്ല, എല്ലാ രീതിയിലും കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നീക്കങ്ങളാണ് അതിന് വഴി വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിലും നീങ്ങണം, അത് നമ്മൾ ചെയ്യാം. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട്, അതായത് ഇവര് പറഞ്ഞ് എന്റെ മനസ്സിൽ ഏറ്റവും ഹേർട്ടായെന്നല്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ തറച്ചു പോയൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നിന്നെ കണ്ട ഇങ്ങനെ ചെയ്യാതിരിക്കാൻ തോന്നുന്നു എന്നുള്ള ഒരു ഡയലോഗ് ഞാൻ റിപ്പീറ്റഡ്ലി കേട്ടിട്ടുണ്ട്. അത് വന്നിട്ട് ഈ സ്ലട്ട് ഷെയിം ചെയ്യുന്നതിനെക്കാളും ഭയങ്കര അങ്ങനെ ഒരു വേഴ്സ് ഒരു സാധനമായിട്ടാണ് എന്റെ മനസ്സിൽ വന്നത്. സോ ആക്ച്വലി ഞാൻ അവിടെ പോകുന്ന സമയത്ത് അത്യാവശ്യം കുഞ്ഞു പിള്ളേരെ കാണാനൊക്കെ അത്യാവശ്യം ചബ്ബിയായിട്ടിരിക്കുന്ന ഒരു ആളായിരുന്നു. സോ അതിനോടൊക്കെ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ അതുപോലെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ഇന്റൻഷനലി ഞാൻ ഇതേപോലെ ഒരു മോഡേൺ ഒരു റഫ് ആൻഡ് ടഫ് ലുക്കിലോട്ടൊക്കെ ഞാൻ മാറി വന്നതായിരുന്നു. ആ ഒരു ഇത് അപ്പോഴത്തേക്ക് ഞാൻ ഇത് കേൾക്കുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് സംതിങ് ഈസ് റോങ് വിത്ത് മീ. എന്റെ തെറ്റുകൊണ്ടാണ് ഇത് എനിക്ക് സംഭവിക്കുന്നത്. കാരണം അതാണ് അവർ പറയുന്നത്, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പെരുമാറാതിരിക്കാൻ ഇങ്ങനെയൊക്കെ നിന്നെ അങ്ങനത്തെ ഒരു ഇത്, അതായത് ദ ബ്ലെയിം അൾട്ടിമേറ്റ്ലി കം ബാക്സ് ടു മീ. അപ്പൊ പിന്നെ ഇതെനിക്ക് വേറെ എവിടെയും ചെന്ന് ഈ സാധനം പറയാനോ എനിക്കിത് വേറെ ആരടുത്തെങ്കിലും, ഇത് അറിയുന്നവരെല്ലാരും ഇപ്പൊ ഞാൻ വേറെ ആരെങ്കിലും അറിഞ്ഞാലോ വേറെ എന്തെങ്കിലും എഴുതാലോ അവരും ഈ ഒരു സൈറ്റിലോട്ടാണ് പോയിട്ട് പറയുന്നത്. അത് എക്സാക്ട് വാക്കൊന്നും എനിക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട്. പക്ഷെ ഇതാണ് സംഭവം. മനസ്സിലായി. അപ്പൊ എന്തായാലും കാര്യം നമുക്ക് മനസ്സിലായി പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് നീക്കുക. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ തരാം, പറഞ്ഞല്ലോ. സോ എന്തായാലും നിങ്ങൾ മുന്നോട്ട് വന്നത് തന്നെ വലിയൊരു കാര്യമാണ്, അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ്. ഓക്കെ, ബൈ. യെസ്, ഓക്കെ, ബൈ. വലിയ പാടാണത് കേട്ടിരിക്കാൻ. വിഷ്ണു കയറി വരൂ. നമ്മൾ ഏതായാലും പുതിയ ആളുകളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ പോക്കരി? വിഷ്ണു? ഇല്ല, ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പം ഈ മതമാണെങ്കിൽ പോലും ഈ മദ്രസകളിൽ കറക്റ്റായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ എങ്ങനെ വരുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നു. അതെങ്ങനെ അവർ സെലക്ട് ചെയ്ത് ഇതിന് വേണ്ടി സെലക്ട് ചെയ്ത് പീഡോഫൈൽസ് സെലക്ട് ചെയ്ത് വിടുന്ന പോലെ കണ്ടിട്ടും കേട്ടൊക്കെ തോന്നുന്നു ന്യൂസ് കേൾക്കുമ്പോഴും. അതെങ്ങനെ ആളുകൾ പറയാ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ടാണെന്നൊക്കെയാണ് പറയുക. അതല്ല, ഈ സെക്ഷൽ തോട്ട്സ് അതെല്ലാവർക്കും ഉണ്ട്, ഓക്കെ. പക്ഷേ നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വഴികൾ, അത് നമ്മൾ പ്രകടിപ്പിക്കുന്ന രീതികൾ, അതിന് ഓരോ വഴികളുണ്ടല്ലോ. അതിൽ ലീഗലായിട്ടുള്ള വഴികളുണ്ട്. ഈ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ പാപമായിട്ടാണ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. ഒന്നത്. രണ്ട്, മറ്റൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഈ സർക്കംസിഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു കാര്യം പറയാറുണ്ട്. അവർ അൺനാച്ചുറൽ സെക്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇതിനകത്ത്. അത് ഈ സർക്കംസിഷൻ റിലേറ്റഡ് ആണത്. അത് പോട്ടെ, അത് ഒരു ചെറിയ കാരണമായിട്ടേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. ഇതിലേറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കാര്യം നമുക്ക് തെറ്റായിട്ടുള്ള കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാതിരിക്കുന്ന എന്തിൻ്റെ പേരിലാണ്? അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ. അല്ലാതെ അത് തെറ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, പോലീസ് പിടിക്കുന്നു വിചാരിച്ചിട്ടാണോ? നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് സീറ്റ് ബെൽറ്റിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ടാണോ അതോ പോലീസിനെ പേടിച്ചിട്ടാണോ? ഗുണം മനസ്സിലായി. പക്ഷേ ഈ മതവിശ്വാസികൾ പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവിടെ അവരൊരു കാര്യം ചെയ്യുന്നത് പോലീസിനെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് അള്ളാഹുവിനെ പേടിച്ചിട്ടാണ്, അല്ലാതെ ആ വിഷയത്തിൻ്റെ ശരി തെറ്റ് മനസ്സിലാക്കിയിട്ടല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്കൊക്കെ വരുന്നതിന് മുന്നേ ഈ സീറ്റ് ബെൽറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഞാൻ കാർ എടുക്കുമ്പോൾ ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടാവും വണ്ടിയിൽ. അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടും. അപ്പോൾ വണ്ടി കയറുമ്പോൾ തന്നെ റേഡിയോ ഓണാവും, പാട്ടാണല്ലോ. അപ്പോൾ റേഡിയോ അങ്ങ് ഓണാവുമ്പോൾ ഉമ്മ പറയും പാട്ട് ഓഫാക്കടാ എന്ന് പറയും. എന്താണ് കാര്യം? ബാക്കിലിരുന്ന് പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും പാട്ടൊക്കെ ഓഫാക്കിയിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയും സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും, പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ അടുത്ത വഴിക്ക് ചോദിക്കണം, എന്താ പോലീസ് പിടിക്കുമെന്നാണ് ചോദിക്കണത്. ഞാൻ പറയണത്, വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഉമ്മ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല,
സീറ്റ് ബെൽറ്റ് ഇട്ടേ കാര്യമുള്ളൂ. അപ്പോൾ പ്രാർത്ഥിച്ച സ്ഥിതിക്ക് സീറ്റ് ബെൽറ്റ് ഇടുക എന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ പറയുന്ന കാര്യം. ബാപ്പ അതിന് മുന്നേ തന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. ബാപ്പാക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ അന്ധവിശ്വാസമൊന്നുമില്ല, അതൊക്കെ കറക്റ്റ് സീറ്റ് ബെൽറ്റിൻ്റെ ആളാണ്. പക്ഷെ ഉമ്മാക്കാണ് ഈ പ്രശ്നം. അപ്പോൾ ഞാൻ പറയും ഇതാണ് എൻ്റെ കാര്യം. അപ്പോൾ അവിടുത്തെ പ്രശ്നം അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് പോലീസിനോടുള്ളൊരു ഭയം മാത്രമാണ്, അല്ലാതെ അവർക്ക് വേറൊരു റീസൺ അവിടെ വരുന്നില്ല. എന്നിട്ട് നമ്മൾ നിർബന്ധിച്ചിട്ട് വേണം ഇതൊക്കെ ഇടിക്കാൻ എന്ന് പറഞ്ഞ മാതിരി. ഇപ്പം മാസ്ക് ഇടുന്നതായാലും അത് ആരെ പേടിച്ചിട്ടാണ് മാസ്ക് ഇട്ടത് കോവിഡിൻ്റെ ടൈമിൽ? പല വിശ്വാസികളോടും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അത് പോലീസ് പിടിക്കും, ഇതാണ് കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ഇൻഷുറൻസ് എടുക്കാത്ത ആളുകളുണ്ട് ഈ മതവിശ്വാസികൾ. അതിനവർ പറയുന്ന റീസൺ എന്താണ്? ഇൻഷുറൻസ് ഹറാമാണ്, അങ്ങനെ അസുഖമൊക്കെ വന്നാൽ പടച്ചോ നോക്കിക്കോളൂ എന്ന് പറയും. ഇപ്പോഴും നമ്മൾ വീട്ടിൽ ഉമ്മയൊക്കെയായിട്ട് ഭയങ്കര ഇടിയായിരുന്നു ഈ ഒരു വിഷയത്തിൽ, അവരെടുക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളെ അവർ പ്രാപിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവരെ അത് തടയുന്നത് എന്താണ്? മതത്തിൻ്റെ കണ്ണിലൂടെയാണ് അവരതിനെ കാണുക. മതത്തിൻ്റെ കണ്ണിൽ കുട്ടികളെ പ്രാപിക്കുന്നത് എന്ത് കാര്യമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്? അത് തെറ്റല്ല. അതൊന്ന് ഒളുവെടുത്താൽ ഒന്ന് കുളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതാണ് അതിനോട് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കുട്ടികൾ, മൃഗങ്ങൾ, ശവം, രോഗികളായിട്ടുള്ള ആളുകൾ, ഇതുപോലുള്ള സംഗതികൾ മുഴുവൻ ഇവർക്ക് ലൈംഗികമായിട്ട് ഉപയോഗിച്ചാലും അത് ഹറാമാണെന്നല്ല പഠിപ്പിക്കുന്നത്. അത് ഒന്ന് കുളിച്ചാൽ തീരുന്ന പ്രശ്നമായിട്ട് പഠിപ്പിച്ച് വെക്കുമ്പോൾ ഇവരെങ്ങനെയാണ് അത് ചെയ്യാതിരിക്കുക? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാതിരിക്കണം പോട്ടെ, അതേതായാലും അവർക്ക് പറ്റില്ല, സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം പറഞ്ഞ മാതിരി. പക്ഷേ ഈ വിഷയത്തിൽ റിലീജിയസ് ആയിട്ട് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ അതും ഇല്ലയെന്ന് വരുന്നിടത്ത് ഇവർക്ക് പിന്നെ അതൊരു കുളിച്ചാൽ മതിയല്ലോ എന്നൊരു തോന്നലിലേക്ക് കൊണ്ടെത്തിക്കും. ഇതാണ് ഇവിടുത്തെ കാര്യം. ഇത് പഠിപ്പിച്ചതിൻ്റെ പേരിൽ, ഈ പറഞ്ഞ ഫത്വ ഇറക്കി കൊടുത്ത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാണ് നാഷണൽ ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ NCPCR അവർ ഈ ടെക്സ്റ്റ് ബുക്ക് ദിയോബന്തി എന്ന് പറയുന്ന ആ സ്ഥലത്തെ മദ്രസയിൽ ഈ സാധനം അവരുടെ ഫത്വകളായിട്ട് വന്നത് കണ്ടെത്തി അത് പരാതി പോയപ്പോൾ അവർ ആക്ഷൻ എടുത്തിട്ട് ഈ സാധനം അവരുടെ മദ്രസയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ഇത് ഇന്ത്യയിൽ നടന്ന കാര്യമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ, 1-2 വർഷത്തിനുള്ളിൽ. ഇതാണ് നമ്മളെ നാട്ടിലെ അവസ്ഥ. അതിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ ചോദിക്കുക ഏത് മദ്രസയിലാണ് പഠിപ്പിക്കും? ദിയോബന്തി മദ്രസയിൽ പഠിപ്പിച്ച കാര്യമാണത്. അതിൽ ഈ എന്താണ് ബെഹസ്തി സബർ എന്ന് പറയുന്നൊരു പുസ്തകം, ആ പുസ്തകത്തിലാണ് ഈ പറയുന്ന സാധനം. അത് നമ്മുടെ ഇവിടെ ഈ ഫത്തവുൽ മോയിൻ എന്നൊക്കെ പറയുന്ന മാതിരി അവരവിടെ ഫോളോ ചെയ്യുന്ന മറ്റൊരു കിതാബാണ് ഈ സാധനം, ബെഹസ്തി സബർ. അത് ഈ ഷാഫി മദ്ഹബിൽ വരുന്നതാണ്. ഇതാണ് അവരവിടെ ഫോളോ ചെയ്തത്. ഇതാണ് അവരുടെ പ്രശ്നം. പിന്നെ എങ്ങനെ ഇതിനകത്ത് ഇനി മൃഗരതി, യുക്തിവാദികൾ മുഴുവൻ മൃഗരതി എന്നാ പറയുക. ഇസ്ലാമിലെ മൃഗരതിയുടെ ഫത്വ എന്താണ്? അതായത് മൃഗവുമായി നിങ്ങൾ രതിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ മൃഗത്തെ കൊല്ലണം, ഇതാണ് ഇസ്ലാമിലെ വിധി. ആ മൃഗത്തെ പിന്നെ അറുത്ത് കറി വെച്ച് കഴിക്കരുതെന്ന്, അതിന് നിഷിദ്ധമാണെന്ന്. അല്ലാതെ മൃഗരതി നിഷിദ്ധമാണെന്നല്ല പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ മൃഗത്തെ അറുത്ത് കറി വെച്ച് കഴിക്കുന്നത് നിഷിദ്ധമാണ്, ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊക്കെയാണ് ഉസ്താദുമാർ കുട്ടികളെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. മതപരമായിട്ട് ഇതിന് വിലക്കില്ല എന്ന് മാത്രമല്ല, ഇത് വളരെ ചെറിയൊരു പ്രശ്നമായിട്ടാണ് അവിടെ അവതരിപ്പിച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതറിയുന്ന ഉസ്താദുമാർക്ക് ഇതൊരിക്കലും ഒരു വിലങ്ങുതടിയായിട്ട് മാറില്ല എന്ന് മാത്രമല്ല, ഇത് അവർക്കൊരു എൻകറേജ്മെൻ്റ് ആയിട്ട് മാറും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഉസ്താദുമാരെ സ്ക്രീൻ ചെയ്യാം. ഇത്തരം വൈകൃതങ്ങളുള്ള ആളുകളെ ഈ തൊഴിൽ നിന്നും പിരിച്ചുവിടുക, ഡിസ്മിസ് ചെയ്യുക. അത് ചെയ്തിട്ടുള്ള ആളുകളെ തുറങ്കലടയ്ക്കുക. വേറെ വഴിയൊന്നുമില്ല. കുട്ടികളെന്നാലേ രക്ഷപ്പെടും, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർ അപകടത്തിൽപ്പെടാം. മാതാപിതാക്കൾ സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതിനെ, എനിക്ക് മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ള വഴി, അവർ വീട്ടിൽ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കുപ്പി എടുക്കുമ്പോൾ ഓർമ്മ വരണം. വെളിച്ചെണ്ണ കുപ്പി, യെസ്, ഉസ്താദുമാർ. അതിനു വേണ്ടി തന്നെയാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അത് കേട്ടിട്ട് കുരുപൊട്ടിയ കുറേ എക്സ് മുസ്ലിങ്ങളുണ്ട്, അവരറിയാൻ വേണ്ടിയിട്ട് പറയാണ്. വലിയ നേതാക്കന്മാരൊക്കെയാണ്, പക്ഷേ അവർ ഈ കാര്യം ചെയ്യുകയല്ല, മര്യാദയ്ക്ക് അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുകയല്ല. എന്നാൽ നമ്മളത് ഏതെങ്കിലും വഴി കൂടെ ചെയ്യുമ്പോൾ അതിന് പിന്നാലെ കൂടുകയും ചെയ്യും. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത് ബോധവൽക്കരണത്തിലൂടെ മാതാപിതാക്കളെ ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷത്തെ കണക്ക് മുഴുവൻ നമ്മൾ പബ്ലിഷ് ചെയ്തതും. ഇതിന് ആ വെളിച്ചെണ്ണ എന്ന് പറയുന്നൊരു സാധനം തന്നെ ഞാൻ പറയുന്നതിൻ്റെ കാരണം, കുപ്പി കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരണം ഈ സാധനം. മാതാപിതാക്കൾ അവർക്ക് ട്രിഗർ ആവണം ഈ സാധനം. വെളിച്ചെണ്ണ കുപ്പി കാണുമ്പോൾ ഏതൊരാൾക്കും കാണണം, പ്രത്യേകിച്ച് ഇനി മദ്രസ കുട്ടികളാരെങ്കിലും കാണണമെങ്കിൽ അവർക്ക് ട്രിഗർ ആവണം. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം, ഒരു സംശയമില്ല അതിൽ. ഓക്കെ, യെസ്. പോക്കരി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പാട്ടും കേട്ടും എല്ലാം അങ്ങ് പിരിയാം. അല്ല, ഈ പുള്ളി പറഞ്ഞൊരു കാര്യം സത്യമാണ്. ഈ തടിയുള്ള കുട്ടികൾ അവര് ഇരകളാവുന്നതൊക്കെ ഇവർക്ക് നിങ്ങൾക്ക് തോന്നും ഇവര്
അനുരാഗികളായതുകൊണ്ടാണ്, അങ്ങനെയൊന്നും അല്ലത്. ശരിക്കും ഇവര് ഇങ്ങനെ ഒരു അവസരം ശരിക്കും ഉപയോഗിക്കുന്നതാണ്. അവർക്ക് അവസരം കിട്ടുമ്പോൾ അവരത് ഉപയോഗിക്കുന്നു. അവർക്ക് ശരിക്കും ഒരു ആണിനോടുള്ള താല്പര്യം കൊണ്ടോ അതുകൊണ്ടൊന്നും അല്ല ഇത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇത് പൊതുവിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന ആളുകളിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഉസ്താദുമാരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അവർക്ക് അവസരങ്ങൾ കൂടുന്ന സമയത്ത് അവർ ചെയ്യുന്നു. അവർക്കെതിരെ ഇത് തുറന്നു പറയാൻ കുട്ടിക്കോ കുട്ടിയുടെ ആളുകൾക്കോ പറ്റുന്നില്ല. ഒന്ന് അവർ ആ പുരോഹിതൻ എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ പ്രദേശങ്ങൾ ഇതുപോലെ കുട്ടികൾ ഒറ്റയ്ക്കാവുന്ന ഇടങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും ബെസ്റ്റ് ഇതിന് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഞാനിപ്പോൾ ആ കോവിഡിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരു തവണ ഞാനൊന്ന് പറഞ്ഞിരുന്നു, ഈ ക്ലബ് ബസ്സിലൊക്കെ ഈ ഓൺലൈൻ ക്ലാസ് ആണ് ശരിക്കും മദ്രസ ഇനിയിപ്പം അത്ര നിർബന്ധമാണ് വേണ്ടത്. കാരണം ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ കുട്ടിയും ഉസ്താദ് നേരിട്ട് ഇടപെടുന്നില്ലല്ലോ, അത് വിർച്വലായിട്ടാണ് ചെയ്യുന്നത്. ഇത് സീരിയസ് ആയ വിഷയമാണ്. ഇപ്പൊ ഇദ്ദേഹം വന്നിവിടെ പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാല് നമ്മുടെ പൊതു ചർച്ചകളിലൊന്നും ഇതില്ല. ശരിക്കും നമ്മളിവിടെ ഇങ്ങനെ 10 ആള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നല്ലാതെ സോക്കോൾഡ് ബലാത്സംഗത്തെ കുറിച്ചൊക്കെ വാചാലാരാവുന്ന ആളുകളൊന്നും ഇതിനെ കുറിച്ചൊന്നും വിടുന്നില്ല. നമ്മളിപ്പോ പത്രത്തില് 2 കട്ടിങ് മാത്രമേ ഇടയ്ക്ക് കാണുന്നുള്ളൂ. ഇപ്പൊ ശിക്ഷ അവർക്ക് 70 വർഷം 80 വർഷം ശിക്ഷ കിട്ടിയതിനെ കുറിച്ചൊക്കെ അറിയും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിലോ ഇതിലൊന്നും ചർച്ചയാവുന്നില്ല. ശരിക്കും വ്യാപകമായി ബലാത്സംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അതും കുട്ടികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ അധ്യാപകൻ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ വരെ വാർത്ത വരുന്ന നാടാണ്. ഇപ്പോൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും ഒരുപാട് മുസ്ലിം കുട്ടികൾ അത് ഒന്നെങ്കിൽ അവര് പിന്നീട് പീഡകരായി മാറും, അല്ലെങ്കിൽ അവർ ആ ട്രോമ വെച്ച് ജീവിക്കും. ചിലർ ആത്മഹത്യ ചെയ്യും, ചിലർ ഇതേപോലെ തല്ലാൻ നടക്കും. ഇദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ കുറ്റമുള്ള കാര്യമില്ല. നമ്മൾ ഈ ട്രോമയുടെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൂടിയാണ്. നമുക്ക് വയലൻസ് ഉപയോഗിച്ച് ആ ട്രോമയെ നമുക്ക് ഇല്ലാതാക്കാൻ ശ്രമം നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു ചോദന വരും. നമ്മളിപ്പോൾ എല്ലാവരുടെയും പെർസ്പെക്റ്റീവിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം അയാൾ അത് അനുഭവിച്ചത് കൊണ്ട് പുള്ളി കണ്ടെത്തിയൊരു മാർഗം, അത് കോപ്പി ചെയ്യാൻ കണ്ടെത്തിയ മാർഗമാണ് ഇവന്മാരെ തെരഞ്ഞു പിടിച്ച് തല്ലുക എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ മുസ്ലിങ്ങളുടെ കുട്ടികളാവണമെന്ന് മുസ്ലിങ്ങൾ കൂടി ചിന്തിക്കണം. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങളത് കുട്ടികളെ നോക്കുന്നു എന്ന് പറയുന്നതിൻ്റെ എന്താ അർത്ഥം എന്ന് നിങ്ങൾ ചിന്തിക്കും. യെസ്, എന്തായാലും ഷെഫിൻ ഒരു വഴിത്തിരിവാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിൽ. ഓക്കെ, ചേലാകർമ്മത്തിനും ഇതേപോലെ കേസ് കൊടുക്കാൻ ഒരാൾ വന്നാണ്ടല്ലോ, പൊളിക്കും. അതും പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ വരിക. മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് വേണ്ടത്. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ചോദ്യം ചെയ്തു, എൻ്റെ ഓട്ടോണോമി അതിനകത്ത് ഇടപെട്ടു, എൻ്റെ റൈറ്റ്സ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കേസ് കൊടുത്താൽ മതി, ഈ സാധനം മാറും. വ്യക്തി കൊടുക്കണം, സംഘടന കൊടുക്കുമ്പോൾ ഇത് വരില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.